ഈ കൂട്ടക്കൊലപാതകങ്ങളെല്ലാം നടത്തിയ അഫാന്റെ പിതാവ് വിദേശത്താണ്. നാട്ടിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. ചില സന്നദ്ധ സംഘടനകളുടെയൊക്കെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കങ്ങളിലാണ്. വീസയുടെ കാലാവധി തീർന്നതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വാസ്തവത്തിൽ കത്തി താഴെയിടടാ എന്ന് പറയാൻ, അല്ലെങ്കിൽ ചുറ്റിക താഴെയിടടാ എന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള പിതാക്കളുടെ എണ്ണം കുറയുന്നോ? അല്ല എങ്കിൽ ഇനി കത്തി താഴെയിടടാ എന്ന് പറഞ്ഞാൽ അയ്യേ തന്തവൈബ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതുതലമുറ പരിഹസിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു. അതുകൊണ്ട് ചുറ്റികയുമായിട്ട് ഇനിയും ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിൽ പൊതുസമൂഹത്തിലെ യുവാക്കളിൽ ഒരു വിഭാഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? മയക്കുമരുന്നാണോ അതിൻ്റെ അടിസ്ഥാന കാരണം? സിനിമയെ കുറ്റം പറയുന്നു, മാർക്കോ അടക്കമുള്ള സിനിമകളെ ചിലർ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ കേരള സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളെ ആവിഷ്കരിക്കുകയല്ലേ സിനിമ ചെയ്യുന്നത്? സമൂഹത്തിലുള്ളതിൻ്റെ പ്രതിനിധാനം എന്നുള്ള നിലയ്ക്ക് കലയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. ഉണ്ടാവും. പക്ഷേ അത് വിറ്റുപോകുന്ന ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കി അതിന് സമാനമായ മറ്റ് സിനിമകൾ കൂടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ് എന്നുള്ള വിമർശനവും വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ മൊബൈൽ ഫോണുകളിൽ വാട്സപ്പ് അതേപോലുള്ള കാര്യങ്ങളും അതേപോലെ സുലഭമായിട്ട് ബ്ലൂ ഫിലിമുകൾ കാണാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതിരുന്ന സമയത്ത് കേരളത്തിൽ ഉടനീളം തിയേറ്ററുകളിൽ അശ്ലീല സിനിമകൾ എന്നോ ലൈംഗിക സിനിമകൾ എന്നോ ഒക്കെ പറയാവുന്ന സിനിമകൾ പ്രദർശിപ്പിക്കുകയും അതിൽ പുരുഷന്മാരുടെ വലിയ കൂട്ടം കൗമാരക്കാരടക്കമുള്ളവർ ഇടിച്ചു കയറുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് വിറ്റുപോകുന്ന ഒരു ഘടകമാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന പ്രവണതയുണ്ടായി. അതേപോലെ വയലൻസ് എന്ന് പറയുന്നത്, അക്രമം എന്ന് പറയുന്നത് സിനിമയിൽ വിറ്റുപോകുന്ന ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിനിമകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കുറ്റകൃത്യമായിട്ട് കരുതേണ്ടതുണ്ട് എന്നുകൂടി ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ സമീപകാല കൊലപാതകങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. 2001 ജനുവരി 6 ആലുവ നഗരത്തിലെ മാനൂരാൻ വീട്ടിൽ നിന്നും പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വാർത്ത. നഗരത്തിലെ ഹാർഡ്വെയർ കടയുടമ അഗസ്റ്റിൻ ഉൾപ്പെടെ 6 പേരെ ദാരുണമായി കൊല ചെയ്തു. പ്രതി ആന്റണിക്ക് സാമ്പത്തിക സഹായം നിഷേധിച്ചതിന്റെ പേരിലായിരുന്നു കൊടുംകൊല. ആദ്യം പ്രതിക്ക് തൂക്കുകയർ, പിന്നീട് ജീവപര്യന്തമായി. ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിഞ്ഞ അന്വേഷണമായിരുന്നു